എൻ്റെ അമ്പലക്കുളം പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം. അപ്പോൾ ഈ ആല് രണ്ട് 3 സൈസ് ആലുകളാണ് ഉള്ളത്. എൻ്റെ വേരുകൾ ഞാനിങ്ങനെ ക്രോസ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ ആമ്പൽ 2 കളറിലുള്ള ആമ്പലുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുഴുവൻ മഴയായിരുന്നത് കൊണ്ട് അതിൻ്റെ സൈഡൊക്കെ ഇടിഞ്ഞ് പിന്നെ ഉറുമ്പ് ഏതാണ്ടൊക്കെ കൂട്ടി ഒരു കുഴി പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് നന്നാക്കി വൃത്തിയാക്കി എടുക്കാം. ഇപ്പം 2 ദിവസം കൊണ്ട് വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം സാധാരണഗതിയിൽ ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ. പക്ഷെ അതിനെ മാറ്റി ഞാനിങ്ങനെ ഒരു ഓവൽ ഷേപ്പാക്കി മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പണിയിലായിരുന്നു ഇന്നലെ ഇന്ന് 2 ദിവസമായിട്ട്. അപ്പോൾ ഞാനല്ല, എനിക്ക് സഹായിക്കാനായിട്ട് അവർ പണിക്കാരുണ്ട്. അവർ ആണത് ചെയ്ത് തന്നിരിക്കുന്നത്. ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ച് വൃത്തിയായിട്ടുണ്ട്. എന്നാലും അതിൻ്റെ പഴയ ആ കുറച്ച് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചുറ്റും മണ്ണ് ഇടിഞ്ഞു പോകാതെയും താഴോട്ട് ഇടിഞ്ഞു വീഴാതിരിക്കാനായിട്ട് ഉണ്ടോ ഈ ആലിൻ്റെ ചുവട്ടിൽ അവിടെ പിന്നെ എന്തോ ഒരു കുഴി പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. മണ്ണിടിഞ്ഞ് വീണു. പക്ഷെ അതിൻ്റെ അകത്ത് വീണ്ടും ഉറുമ്പോ എന്തൊക്കെയൊക്കെ കാര്യങ്ങൾ കൂട്ടിയിരിക്കുന്നു. അപ്പം അതെല്ലാം ഒന്ന് ആദ്യം ചുറ്റും ഒന്ന് കെട്ടിയെടുക്കണം. പിന്നെ ഇപ്പുറത്തെ സൈഡ് ഞാൻ പറഞ്ഞല്ലോ തേക്ക് നിൽപ്പുണ്ടായിരുന്നല്ലോ, ആ തേക്കെല്ലാം മുറിച്ച് മാറ്റി എല്ലാം മാറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്ന ഈ ഭാഗമൊക്കെ നന്നായിട്ട് ഇനി നല്ലൊരു ഗാർഡൻ ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഫോക്സ് ടെയിൽ ഓർക്കിഡ് അത്. ഇത്രയൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി നല്ല ഭംഗിയായിട്ടുണ്ട്. വേരുകളൊന്നും കളയാതെ എല്ലാം സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. എന്തായാലും കുറച്ച് ഭംഗിയാക്കാം. ഇനിയും 2 ദിവസത്തോടെയൊക്കെ പണിതാലൊക്കെയുള്ളൂ കുറേ വൃത്തിയാവുകയുള്ളൂ. പിന്നെ 2 ദിവസം കൊണ്ട് മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട്, മഴയുണ്ടെന്ന് ചോദിച്ചാൽ രാവിലെയൊക്കെ മഴ പെയ്യും, പക്ഷെ 10-11 മണിയാകുമ്പോഴേക്കും മഴ മാറും. അങ്ങനെ എന്തായാലും ചെയ്ത് ലേറ്റാക്കണം. കണ്ടോ ഈ സൈഡെല്ലാം ഇങ്ങനെ എല്ലാം കിടക്കും അങ്ങനെ. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഗാർഡനൊന്ന് നന്നായിട്ട് എടുത്ത് മഴ മാറി ഇനിയും വളമൊക്കെ ചെയ്ത് ഒക്കെ ചെടികളൊക്കെ ഒന്ന് പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അടിയിലും ഒന്നും പൂത്തിട്ടേയില്ല. എല്ലാം ഇങ്ങനെ അവിടെ ഇവിടെ ഓരോ പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒക്കെയാണ്. അങ്ങനെ നോക്കിയിരിക്കുമ്പം നമുക്ക് ആകാശത്തേക്ക് നല്ല തെളിഞ്ഞ ആകാശത്ത് ഫ്ലൈറ്റ് പോകുന്നു. 6 മണി കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ ഇങ്ങനെ പോകുന്ന കാണാം. നല്ല ഭംഗി നോക്കിയിരിക്കും. ഇപ്പം പക്ഷേ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല തെളിഞ്ഞ ആകാശത്തോടെ അത് പോകുന്നു. അത് ഇത് പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താണ്ട് അടുത്തും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വരാന്തയിൽ ഞാൻ ടൈമിനെയൊക്കെ പിടിച്ചു വരാന്തയിലിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിൻ്റെ അപ്പം പെട്ടെന്ന് ഞാൻ എൻ്റെ ക്യാമറ അങ്ങോട്ടേക്ക് നീക്കി. ഉണ്ടോ നല്ല ക്ലിയർ ഇച്ചിരി താന്ന വന്ന്